പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം കൂടി ആവശ്യപ്പെട്ടതനുസരിച്ച് ദുരന്തമുണ്ടായി 17 ദിവസത്തിനകം കൊടുത്ത കേരളത്തിൻ്റെ നഷ്ടങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരിടപെടൽ അതുണ്ടായില്ല. പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കണ്ട് അദ്ദേഹം കൂടി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ആ പണം, ആ മെമ്മോറാണ്ടം 1202 കോടി രൂപയുടെ നഷ്ടത്തിൻ്റെ കൃത്യതയോടുകൂടിയുള്ള കണക്കുമായി കേരളം കേന്ദ്ര ഗവൺമെൻറ്റിനെ മുന്നോട്ട് വെച്ചത്. അത് കഴിഞ്ഞ് പുതിയതായി ഓപ്പൺ ചെയ്ത വിൻഡോയിലൂടെ നവംബർ 13 തന്നെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് കേരളം സമർപ്പിക്കുകയുണ്ടായി. ഞങ്ങളിപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷെ അതിലും ഒരു ഡെവലപ്മെൻറ്റും ഉണ്ടായില്ല. എന്നാൽ സാസ്കിയിലൂടെ ഇപ്പോൾ ലോൺ കേരളത്തിന് നൽകുമ്പോഴും കേരളത്തിനോട് പറയുന്നത് 31-ാം തീയതി, മാർച്ച് മാസം 31-ാം തീയതിക്കകത്ത് ഇത് ചെലവഴിക്കണം. ദ എമൗണ്ട് റിലീസ്ഡ് ഷാൽ ബി യൂട്ടിലൈസ്ഡ് ബൈ 31/3/2025. Release of fund to intermediate agencies without actual payment of the final recipient will not be treated as expenditure. എന്ന് പറഞ്ഞാൽ വളരെ 45 ദിവസത്തിനകം ലഭ്യമാക്കിയിട്ടുള്ള പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള തുക ചെലവഴിക്കണം എന്ന ധാരണയോടുകൂടി ഒരു ലോൺ കൈമാറുകയാണ്. എന്ന് മാത്രമല്ല, ഇതിൻ്റെ 5ാമത്തെ നിബന്ധനയിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്, കേരളം അന്ന് ഈ ലോൺ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ പറഞ്ഞ പ്രോജക്റ്റുകൾ, അതായത് പാലം പണി, റോഡ് പണി, സ്കൂളുകളുടെ നിർമ്മാണം, ഇങ്ങനെ തുടങ്ങി സ്വാഭാവികമായിട്ടും സമർപ്പിച്ച പ്രോജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് വകമാറ്റി ചെലവഴിച്ചാൽ അത് കേരളത്തിന് ലഭ്യമാകുന്ന ഡെവല്യൂഷനിൽ കുറവ് വരുത്തും. അതായത് കേന്ദ്രം കേരളത്തിന് സാധാരണ നിലയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു പാലം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആ പാലത്തിന് ആരെങ്കിലും പിന്നീട് സഹായം ചെയ്താൽ പാലം തന്നെ ചെയ്തേക്കണം. പാലം മാറി ഒരു റോട്ടിലേക്ക് കടന്നാൽ അങ്ങനെ എടുക്കുന്ന സംഖ്യ ചെലവഴിക്കുന്നത് ഈ ലോണിൻ്റെ ഭാഗമല്ല എന്ന് കാണുകയും അത് കേരളത്തിന് സാധാരണ നൽകുന്ന ഡെവല്യൂഷനിൽ പെടുത്തി കേരളത്തിന് സാധാരണ നൽകുന്ന ഭരണഘടനാപരമായിട്ടുള്ള വിവിധ സംഖ്യകളിൽ പെടുത്തി കുറവ് ചെയ്യും എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപാധിരഹിതമല്ല, കടുത്തുപാധികളോട് കൂടിയിട്ടുള്ള ഒരു ലോണാണ് അനുവദിച്ചിട്ടുള്ളത്.